യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തുണ്ടായ വിവാദം മറ്റ് പല വിവാദങ്ങൾ PM ശ്രീ പോലെ അല്ലെങ്കിൽ മറ്റ് മദ്യ നയം പോലെ വീണ്ടും CPM തിരിഞ്ഞുകൊത്തുന്നു എന്ന സംശയം നമുക്ക് വ്യാപകമായി ഉണ്ട്. കാരണം മുഖ്യമന്ത്രി ചോദിച്ച ഒരു ചോദ്യം, വിഴിഞ്ഞത്തിൽ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയാമോ? വളരെ ഓപ്പൺ ആയിട്ടാണ് ചോദിച്ചത്. കുറെ ദിവസം ഈ വിവാദം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. MSc മുഖ്യമന്ത്രിയെ കാണാനില്ല, MSc അത് കണ്ടു, പിന്നെ കുറെ വിവാദങ്ങൾ വന്നല്ലോ. ആ വിവാദങ്ങൾ ഏത് വിവാദത്തിലാണ് സർക്കാരിന് തെറ്റുപറ്റിയത്? ഇവിടെ MSc എന്ന് പറയുന്ന കമ്പനി വിഴിഞ്ഞത്ത് കൺസെഷനെയറായ അവിടുത്തെ കരാറുകാരനായ അദാനിയുടെ കമ്പനിയുടെ 49% ഓഹരികൾ വാങ്ങാൻ തീരുമാനിച്ചു. MSc കമ്പനിയെ പറ്റിയും അദാനി കമ്പനിയെ പറ്റിയും ഒക്കെ വ്യത്യസ്തമായ അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അതവിടെ നിൽക്കട്ടെ. എൻ്റെ അഭിപ്രായത്തിന് അപ്പുറത്ത് ഇത് എന്താണ് സംഭവിച്ചത്? അങ്ങനെ വിൽക്കണമെങ്കിൽ 25% കൂടുതൽ ഈ കമ്പനി ഓഹരി വിൽക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം എന്ന് കൺസെഷനെയർ കരാറിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ 49% ഓഹരി വിൽക്കാൻ തീരുമാനിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. പെട്ടെന്ന് അത് പറയുന്നു. ആ വാർത്ത സതീശൻ പറയുന്നു. വാർത്ത കേട്ടപ്പോൾ നിയമസഭ നടക്കുകയാണ്, ഞങ്ങൾക്ക് അതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല എന്ന് സതീശൻ പറയുന്നു. ഒഫീഷ്യലായി അത് ശരിയുമാണ്. അദാനി അതുവരെ കത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ പ്രതിപക്ഷം മുമ്പോട്ട് വെച്ച 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരു കൈമാറി എന്നാണ് പറഞ്ഞത്. കൈമാറിയിട്ടില്ല എന്നുള്ളത് സതീശൻ പറയുന്നു. കൈമാറണമെങ്കിൽ ഇതും കൂടി കഴിയാതെ പറ്റില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം, സെബിയുടെ പെർമിഷൻ വേണം, ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ പെർമിഷൻ വേണം, അതൊക്കെ വേണം. അതവിടെ നിൽക്കട്ടെ. നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് കാര്യത്തിലേക്ക് വരാം. സ്റ്റേറ്റ് ഗവൺമെന്റ് സമ്മതമില്ലാതെ ഓഹരി കൈമാറില്ല. അപ്പൊ കൈമാറിയിട്ടില്ല, കൈമാറാൻ തീരുമാനിച്ചിട്ടുള്ളൂ. പക്ഷെ തീരുമാനിച്ചത് സതീശൻ പറഞ്ഞിട്ടാണോ? സതീശന്റെ അനുമതിയോടുകൂടിയാണ്. ഇതിന്റെ പിന്നിൽ ദുരൂഹതയുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ അതുമായി ബന്ധിപ്പിച്ചത് മെയ് 1 സതീശൻ മാംഗ്ലൂർ വച്ച് അദാനിയുടെ കമ്പനിയുടെ ഒരു CEO കണ്ടു എന്നതാണ്. അത് സത്യവുമാണ്. അതിന്റെ വിഷ്വലൊക്കെ വന്നിട്ടുണ്ട്. സതീശന് നിഷേധിച്ചിട്ടില്ല. അങ്ങനെയാണ് തീരുമാനിച്ചത്. ഇവിടെ കുറെ ചോദ്യങ്ങൾ വന്നു. ആ ചോദ്യങ്ങൾ പെട്ടെന്ന് കേട്ടാൽ ശരിയാണ്, സതീശൻ കണ്ടു, സതീശൻ ഉറപ്പിച്ചു, സതീശൻ ഇതായി. അപ്പോ 2-3 ചോദ്യങ്ങളുണ്ട്. മെയ് 1 എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിട്ടില്ല. ഫലം വന്ന് പിന്നെയും കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി ആരാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അദാനി, സർവജ്ഞാനിയായ അദാനി ഇതൊക്കെ കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ സതീശന് അങ്ങനെ പറഞ്ഞിരുന്നു എന്നൊരു ചോദ്യം വേണി വ്യാപകമായി ചോദിക്കാം. അത് ഒരു കാര്യം. പക്ഷേ ചോദ്യം തിരിഞ്ഞു കൊത്തിയത് അങ്ങനെയല്ല. ഈ കാര്യം MSc എന്ന കമ്പനി ഈ അദാനിയുടെ ഓഹരിയിൽ നിക്ഷേപിക്കാൻ, അദാനിയുടെ ഓഹരി വാങ്ങാൻ, നിക്ഷേപം എന്ന് പറയാൻ പറ്റില്ല. അത് അദാനിയുടെ ഓഹരി അവർ വാങ്ങുന്നു. ഓഹരി കമ്പോളത്തിൽ കൈമാറ്റം നടത്തിയാൽ അത് നിക്ഷേപം എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഓഹരി വേറെ ആൾ കൊടുക്കുന്നു, അയാൾ പൈസ ഇടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദാനി അല്ല, അയാൾ ഇടുന്നു. അതുപോട്ടെ, ഈ 13,000 കോടി രൂപ ഇയാൾ നിക്ഷേപിക്കുന്നുവെന്നും MSc എന്ന് പറയുന്നത് വലിയ കമ്പനിയാണ് എന്നും MScയുമായി അദാനി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും അതിന് കാരണം ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിന്റെ ശരിയായ കാഴ്ചപ്പാടാണെന്നും ഒരു റിപ്പോർട്ട് ജൂലൈ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിവാദം കത്തി നിൽക്കുമ്പോൾ വരുന്നു. ദേശാഭിമാനിയിൽ വേറൊരു പത്രത്തിലും ആ റിപ്പോർട്ടില്ല. അപ്പൊ ദേശാഭിമാനിക്ക് കൃത്യമായി ദേശാഭിമാനി പറയുന്നു ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. പിന്നെ പാർട്ടി തന്നെ ദേശാഭിമാനിയുടെ ആ റിപ്പോർട്ട് നിഷേധിച്ചു. പിറ്റേ ദിവസം പറഞ്ഞു അങ്ങനെയല്ല, MSc കരാർ എടുക്കുന്നത് കൊണ്ട് കുത്തകവൽക്കരണം നടക്കും, സ്വകാര്യവൽക്കരണം നടക്കും, സ്വകാര്യമാണ് ബോർഡ് അല്ലെങ്കിലും എന്നുള്ള വാദമൊക്കെ വന്നു. അതിന് വേറെ തരത്തിലുള്ള മറുപടി വന്നു. അദാനിയും MScയും ചേർന്നാണ് ഗുജറാത്തിലെ പോർട്ട് നടത്തുന്നത്, എന്നൂർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ പോർട്ട് നടത്തുന്നത്. അപ്പോ അവിടെ പോർട്ട് നടത്താമെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് നടത്തിക്കൂടാ എന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ മറ്റു വ്യവസ്ഥകളൊക്കെ വേറെ. 25% പെർമിഷൻ വേണമെന്നത് ശരിയാണ്. അദാനി കത്ത് കൊടുക്കുന്നു. കത്ത് പരിശോധിക്കാമെന്ന് ഗവൺമെന്റ് പറയുന്നു. സോ ഫാർ സോ ഗുഡ്. അവിടെ നിൽക്കട്ടെ. ഇനി ഇതിൽ സതീശനാണോ തീരുമാനിച്ചത് അതോ? അപ്പോഴാണ് ദേശാഭിമാനി ജൂൺ 5 അടുത്ത വാർത്ത വരുന്നത്. ആ വാർത്ത ഇതിനേക്കാൾ അപകടകരമായ വാർത്തയാണ്. എന്താണത്? അന്ന് ഇതൊന്നും ചർച്ച വന്നിട്ടില്ല. MSc കമ്പനി ഇതാ വലിയ തോതിൽ മുതൽ മുടക്കാൻ പോകുന്നു. അങ്ങനെ മുതൽ മുടക്കുന്നത് അവർക്ക് തന്നെ ഒരു തുറമുഖം, ഒരു വാർഫ്, ഒരു നങ്കൂരം അവർക്ക് മാത്രമായി കിട്ടുന്ന ഒരു ഭാഗത്ത്
ഇത് വലിയ നേട്ടമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നാണ് MSC. അതുകൊണ്ട് അവരെ വരേണ്ടത് വളരെ നല്ല കാര്യമാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണെന്ന് മാത്രമല്ല, 2025 വിഴിഞ്ഞം സംബന്ധിച്ച് നടന്ന നിക്ഷേപ സംഗമത്തിൽ ഒരു പ്രധാന ഇൻവൈറ്റി ആയിരുന്നു MSC. എന്ന് പറഞ്ഞാൽ MSC അദാനിയുടെ ഓഹരി വാങ്ങാൻ തീരുമാനിച്ചു എന്ന് 2025 അത് തീരുമാനിച്ചതാണ്. എങ്കിൽ എന്തായാലും സതീശൻ വരുന്നതിന് മുമ്പല്ലേ, തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പല്ലേ അത് നടന്നത്? ഈ ചോദ്യം സതീശന് ന്യായമായും ചോദിക്കാം. തീർന്നില്ല. ഇനി ഇത് കുത്തകയാക്കും എന്നാണ് പറയുന്നതെങ്കിൽ, ഇതുവരെ വിഴിഞ്ഞത്ത് 1000 കപ്പൽ വന്നിട്ടുണ്ടെങ്കിൽ 950 കപ്പലും MSC എന്ന് പറയുന്ന ഈ കമ്പനിയുടെ കപ്പലാണ്. അതുകൊണ്ട് തന്നെ MSC വന്നാൽ അത് വലിയ വികസനത്തിന് വഴി കൂട്ടും എന്ന് വാദിക്കുന്ന കുറെ ആളുകളുമുണ്ട്. അതിന്റെ വാദം അവിടെ നിൽക്കട്ടെ. MSC വരുന്ന, അങ്ങനെ MSCക്ക് 40% ഷെയർ കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് ഗവൺമെന്റ് തീരുമാനിക്കട്ടെ, അത് വരട്ടെ. പക്ഷെ പ്രശ്നം CPM-നെ സംബന്ധിച്ചിടത്തോളം ദേശാമേനയുടെ ഈ റിപ്പോർട്ട്, കോൺക്ലേവിൽ MSC പങ്കെടുത്തു എന്ന റിപ്പോർട്ട്, ഇതിനൊക്കെ CPM മറുപടി പറയണ്ടേ? ആ റിപ്പോർട്ടും തെറ്റാണ്. കോൺക്ലേവിൽ MSC പങ്കെടുത്തില്ലേ? അന്നേ ഓഹരി വിൽപ്പനയ്ക്ക് തീരുമാനമെടുത്തു, നിക്ഷേപ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ തള്ളിക്കളയാൻ കഴിയുക? ഈ വിവാദം കത്തി നിൽക്കുന്നു. ഗോവിന്ദ മാഷ് വന്നിട്ട് പറയുന്നു ഇത് കുത്തകയാണ്, ആക്കും. കുത്തകയാക്കും എന്ന് പറഞ്ഞാൽ കുത്തക എപ്പോഴും അവർ തന്നെയാണ്, ആക്കും. ഇത് വലിയ ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, താത്വിക വിശകലനങ്ങൾ, സതീശൻ നുണ പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു. നുണ സതീശൻ പറഞ്ഞു ഇല്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സത്യം പറയാതിരിക്കുന്നത് CPM-കാരാണ്. ആണ് പ്രശ്നം. ഇത് ഞാൻ പറയുന്നതല്ല, CPM-ൽ തന്നെ വിവാദം പല രൂപത്തിൽ വന്നു. അതിലൊന്ന് മറുപടി പറഞ്ഞത് സാക്ഷാൽ EP ജയരാജനാണ്. EP ജയരാജൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഇത് വെറുതെ വിവാദമാക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അറിയാം MSC വരാൻ പോകും. MSCക്ക് ഇത് കൊടുക്കാൻ തന്നെയാണ് ആദ്യം മുതലേ തീരുമാനം. അപ്പൊ പിന്നെ അത് LDF-ന്റെയും UDF-ന്റെയും ഒക്കെ തീരുമാനമാണ്. എന്തിനാ നമ്മൾ വിവാദം ഉണ്ടാക്കുന്നത്? വിഴിഞ്ഞം പദ്ധതി മുടക്കരുത്. മുടക്കിയാൽ, നമ്മൾ മുടക്കാൻ ശ്രമിച്ചാൽ അതിന്റെ അഡ്വാൻറ്റേജ് UDF-ന് പോകും, നമുക്ക് കിട്ടണം വിഴിഞ്ഞം. കാരണം അദാനി നമ്മുടെ പാർട്ട്ണറാണെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് നമ്മൾ. അദാനി പാർട്ട്ണർ ആകുമ്പോൾ അദാനി അതിന്റെ ഷെയർ വിറ്റാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? അദാനി ഈസ് എ പാർട്ട്ണർ. സത്യത്തിൽ ഈ തുറമുഖം കേരളത്തിന്റെയാണ്. കടൽ, കടലോരം, കടലോരത്തെ മനുഷ്യർ, അതിലെ മത്സ്യസമ്പത്ത്, ഇതൊക്കെ കേരളത്തിന്റെയാണ്. ഇതിന് വലിയ തരത്തിലുള്ള നാശം ഇത് ഉണ്ടാക്കുന്നു എന്ന് നമുക്കിതിന് മുമ്പ് തന്നെ അറിയാം. ഇപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്താണ് മുതലപ്പൊഴിയിൽ ഒരുപാട് പേർ കൊല്ലപ്പെട്ടത്. ഇനി കൊല്ലപ്പെടും. കാരണം ഗവൺമെന്റ് മാറിയുണ്ടെന്ന് അവിടെ സംഭവിക്കാൻ പോണില്ല. ശംഖുമുഖം എന്ന് പറയുന്ന ബീച്ച് നമുക്കില്ലാതായത്. 100 കണക്കിന് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും സിമന്റ് ഗോഡൌണിൽ മാസങ്ങളോളം ചൂടത്ത് കഴിയേണ്ടി വന്നത് ഒക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ സമരം നടത്തിയ മത്സ്യത്തൊഴിലാളികളെ അടിച്ചമർത്താൻ, അല്ലെങ്കിൽ അതിനെതിരായി ബദൽ സമരം നടത്താൻ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് വന്നവരും നമ്മൾ കണ്ടതാണ്. ശിവൻകുട്ടിയും കെ സുരേന്ദ്രനും ഒക്കെ ഒരൊറ്റ കെട്ടായിരുന്നു. ഏതിന്? UDF പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളികളെ സമരം. UDF അത്ര പിന്തുണച്ചോ എന്ന് എനിക്കറിയില്ല. മത്സ്യത്തൊഴിലാളികൾ സമരം തകർക്കാൻ. അങ്ങനെ ആ വിവാദത്തിൽ യഥാർത്ഥത്തിൽ ഈ MSC കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വലിയ കഴമ്പില്ല എന്നും അത് തീരുമാനമെടുത്തത് സതീശൻ വരുന്നതിന് മുമ്പാണെന്നും വന്നു. ഈ അടുത്ത ദിവസം വളരെ രസകരമായ ഒരു ചാനൽ ഡിബേറ്റ് നടന്നു. ആ ഡിബേറ്റിൽ CPM-ന്റെ പ്രതിനിധി പറഞ്ഞു, മെയ് 1 തീയതി സതീശൻ അദാനിയെ കണ്ടു. അപ്പോ ആങ്കർ ചോദിച്ച വളരെ ലളിതമായ ചോദ്യം, മെയ് 1 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ UDF ജയിക്കുമെന്നും സതീശൻ മുഖ്യമന്ത്രിയാവുമെന്നും അദാനി മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കണ്ടിരുന്നു. അപ്പോഴാണ് ഞെട്ടിപ്പോയത്. അതിൽ വലിയൊരു അബദ്ധത്തിൽ അദ്ദേഹം പെട്ടുപോയി. അദ്ദേഹം ഇന്നും അബദ്ധത്തിൽ പെടുന്ന ആളാണ്. അദ്ദേഹം അബദ്ധത്തിൽ പെട്ടുപോയി. അദ്ദേഹത്തിനോട് ചോദിച്ചു, അദാനിക്ക് അറിയാം UDF ജയിക്കുമെന്ന്, സതീശൻ മുഖ്യമന്ത്രിയാവുമെന്ന്. സതീശൻ അറിയാം, പക്ഷേ LDF-ന് അറിയില്ലായിരുന്നു കേരളത്തിൽ സതീശൻ മുഖ്യമന്ത്രിയാവുന്നു. ചോദ്യം അതാണ്. അപ്പൊ ചുരുക്കത്തിൽ വന്നു. അതിന് അവസാനത്തെ അതിൻ്റെ ഒരു അധ്യായം വന്നത് അതിലും രസകരമാണ്. ദിവ്യാസ് അയ്യരെ മാറ്റിയത് MSC കമ്പനി കൊണ്ടുവരാൻ അദാനിക്ക് സഹായിക്കാനാണ് എന്നാണ്. അദാനി പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ദിവ്യാസ് അയ്യർ അതിന്റെ CMD ആണ്, അതിന്റെ തലപ്പത്തുണ്ട്. അതൊന്നും തീർന്നില്ല. ഒരു സെക്രട്ടറിയെ മാറ്റുന്നു, ഒരു IAS കാരി വേറെ IAS കാരിയെ മാറ്റുന്നു എന്നുള്ളതൊക്കെ വേറെ പ്രശ്നം. പക്ഷേ ദിവ്യാസ് അയ്യർ തടഞ്ഞു എന്നാണ് പറയുന്നത് MSCക്ക് എതിരായിട്ട്. നേരത്തെ പറഞ്ഞ എല്ലാ തെളിവുകളും ഉണ്ട്. ജൂൺ 5 ദേശാഭിമാനി തന്നെ എഴുതി വരാൻ പോകുന്നു, അവർക്ക് ഒരു സ്വന്തമായൊരു നങ്കൂരം വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ജൂൺ 5 ദിവ്യാസ് അയ്യരാണ് MD. ജൂൺ 12 പുതിയ MD വെക്കുന്നത്. ഇന്നിപ്പോ ഷിബു ബോയ് ജോൺ അതിന്റെ വേറൊരു തലത്തിലേക്ക് കൂടി അത് ചോദിച്ചിട്ടുണ്ട്.
എന്താ ഷിബു ബേബിജോൺ ചോദിച്ചേ? അദിൽ അബ്ദുള്ള എന്ന് പറയുന്ന ആ വിഴിഞ്ഞത്തിന്റെ ഹെഡിനെ എന്തിനാണ് മാറ്റിയത്? അവർ മാറ്റിയ എന്തിനാണ് ദിവ്യാസ് അയ്യരെ കൊണ്ടുവന്നത്? അദിൽ അബ്ദുള്ളയെ മാറ്റിയതിന് എന്താ കാരണം എന്ന് പറയണ്ടേ? സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ മാറ്റുന്നതിന് കാരണം പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ അദിൽ അബ്ദുള്ളയെ മാറ്റിയത് അദാനിയെ സഹായിക്കാൻ വേണ്ടിയാണോ? അദാനി പാർട്ട്ണർ എന്ന് അവർ അംഗീകരിക്കാത്തതുകൊണ്ടാണോ? അത്തരം ചോദ്യങ്ങൾ. സത്യത്തിൽ വിഴിഞ്ഞം പദ്ധതിയിൽ UDF നും LDF നും ഒരഭിപ്രായം തന്നെയാണ് ഉള്ളത്. പിന്നെ സതീശനോ അല്ലെങ്കിൽ UDF ഗവൺമെന്റോ ഏതോ കുത്തകയ്ക്ക് വേണ്ടി നിന്നു എന്ന രൂപത്തിലുള്ള ആരോപണം അങ്ങനെ പോകേണ്ടതില്ല എന്നാണ് മൊത്തത്തിൽ വന്ന അഭിപ്രായം. CPM-നകത്ത് ഇത് വന്ന മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞു ദിവ്യ എസ് അയ്യരെ മാറ്റിയത് വളരെ കുഴപ്പം പിടിച്ച കാര്യമാണ്, അത് അദാനിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയ AK രാഗേഷാണ്. ഇത് ഇതിനു മുമ്പ് ചില അബദ്ധങ്ങളിലൊക്കെ ചെന്നുപെട്ടിട്ടുണ്ട്. അപ്പോ ആ ചോദ്യം അത്ര രസിച്ചില്ല CPM-ലെ ശ്രീമതി ടീച്ചർക്ക്. ശ്രീമതി ടീച്ചർ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഒരു സെക്രട്ടറിയെ മാറ്റുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ്, താല്പര്യമാണ്, നമ്മൾ അങ്ങനെ അഭിപ്രായം പറയണ്ട. ഇത് ജയരാജൻ, EP ജയരാജൻ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച എന്ന പോലെ കാണണം. ശൈലജ ടീച്ചറും ഏതാണ്ട് ഇതുപോലെ അഭിപ്രായം പറഞ്ഞു. സർക്കാരുകൾ വരുമ്പോൾ ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റും, അതിനിപ്പോ നമ്മൾ ഇടപെടേണ്ട കാര്യം എന്താ? പിന്നെ ഇന്ന് പിന്നെ അത് കുറച്ചും കൂടി തിരിച്ചു പറഞ്ഞു. ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന കാലത്ത് ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അന്ന് നമുക്ക് ഓർമ്മയുണ്ടാവും, ദിവ്യ എസ് അയ്യർ KK രാഗേഷിന് മംഗളം പാടിക്കൊണ്ട് കത്തെഴുതിയതൊക്കെ. അത് പോട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. പക്ഷെ എന്ത് സംഭവിച്ചു ഇവിടെ സംഭവിച്ചത്, ശൈലജ ടീച്ചർക്കും ഇവർക്കും അത് താല്പര്യപ്പെട്ടില്ല, പറഞ്ഞു ശരിയായില്ല എന്ന്. പിന്നെ AK ബാലൻ പതിവ് പോലെ ഉടുക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ദിവ്യ എസ് അയ്യരെ മാറ്റിയിൽ പ്രശ്നമുണ്ട്. പക്ഷെ ഒടുവിൽ സതീശനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് MV ഗോവിന്ദൻ എഴുതിയ ലേഖനത്തിൽ, വിഴിഞ്ഞത്തിന്റെ ലേഖനത്തിൽ വളരെ വിചിത്രമാണ്, അങ്ങനെയും ദിവ്യ എസ് അയ്യരെ മാറ്റിയതായി ചിലരെങ്കിലും പറയുന്നുണ്ട്, അല്ലാണ്ട് അദ്ദേഹത്തിന് അഭിപ്രായമില്ല, ചിലരെങ്കിലും പറയുന്നത് പറഞ്ഞോട്ടെ. അപ്പൊ പ്രശ്നം CPM വിഴിഞ്ഞം വിഷയത്തിൽ എന്ത് നിലപാട് കൃത്യമായി മുമ്പോട്ടെടുക്കുമെന്ന ചോദ്യമുണ്ട്. സർക്കാർ അനുമതിയോടുകൂടി 49% ഓഹരി MSC കൊണ്ടുപോകാൻ പോവാണ്. എന്താണ് നിലപാട്? MSCക്ക് ഓഹരി കൊടുക്കണ്ട എന്നാണോ? ദേശാഭിമാനി വലിയ വിജയമായി പറഞ്ഞത് തെറ്റാണെന്നാണോ പറയണേ? ദേശാഭിമാനി റിപ്പോർട്ട് ഇങ്ങനെ തിരുത്താൻ തുടങ്ങിയാൽ എങ്ങനെ പറ്റും? അതുകൊണ്ട് ഇപ്പൊ വിഴിഞ്ഞം വിഷയം ബൂമറാങ് ചെയ്ത് CPM-ന്റെ സംഘടനാ തലത്തിൽ കണ്ണൂരിലെ തന്നെ ചില ചോദ്യങ്ങളായി CPM-ന് നേരെ ഉയർന്നു വരുന്നു. ഇത് പിണറായിക്ക് തിരുവായിക്ക് എതിർവായില്ല എന്ന ആ ഘട്ടം കടന്നിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. കാരണം ഇന്ന് ഏതാണ്ട് തലയ്ക്ക് വെളിവുള്ള എല്ലാവർക്കും അറിയാം, ഈ CPM-നും LDF-നും ഉണ്ടായ കനത്ത തോൽവിയുടെ പ്രധാന ഉത്തരവാദികൾ കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമാണ്. എല്ലാവർക്കും അറിയാം. പക്ഷേ മിണ്ടാൻ ധൈര്യമില്ല. ഇപ്പോൾ ചില വിഷയങ്ങളിലെങ്കിലും അവർ പ്രതികരിക്കുന്നു ആളുകൾ എന്നുള്ളത് ജനാധിപത്യത്തിൽ അതൊക്കെ സ്വാഭാവികമാണ്. വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാവും. പക്ഷെ CPM-ന് പറ്റില്ല. കോൺഗ്രസിൽ അങ്ങനെ പറഞ്ഞാൽ അത് കുഴപ്പമില്ല. പക്ഷെ CPM അങ്ങനെ പറഞ്ഞാൽ CPM ഉരുക്ക് പോലും ഉറച്ച ഒരു സംഘടനയല്ലേ. അതുകൊണ്ട് ആ ഉരുക്ക് ഇപ്പോൾ ഉരുക്ക് കൊണ്ടാണോ കളിമണ്ണ് കൊണ്ടാണോ CPM ഉണ്ടാക്കിയെന്നുള്ളത് സംശയമായിക്കൊണ്ടിരിക്കുന്നു. അവിടെ വിള്ളൽ വരുന്നു. അത് ജനാധിപത്യത്തിലേക്ക് മാറുകയാണെങ്കിൽ നല്ലത്.